ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനെന്ന വീഡിയോ ഒക്കെ നോക്കിച്ചാൽ ഇത് ഒരു സ്ലറി ഉണ്ടാക്കി വെച്ചതാണ്. ഇതിലിപ്പോൾ എന്തെല്ലാമാണ് ചേർത്തതെന്ന് വെച്ചാൽ അതിൻ്റെ എന്തെല്ലാമെന്ന് വെച്ചാൽ പിന്നെ പപ്പായ ചപ്പ് അരിഞ്ഞിട്ടത്, സീമക്കൊന്നേൻ്റെ ചപ്പ് അരിഞ്ഞിട്ടത്, പിന്നെ കടലപ്പിണ്ണാക്ക്, കുറച്ച് കടലപ്പിണ്ണാക്ക്, കുറച്ച് വെല്ലം, പിന്നെ കുറച്ച് ചാണകം, പിന്നെ കുറച്ച് ചാരം, ഇതെല്ലാം കൂടി കലക്കി സ്ലറിയാക്കി വെച്ചതാണ്. ഇതിപ്പോൾ നമുക്ക് ഇതിന് ഒഴിച്ച് കൊടുക്കാൻ പറ്റുക നല്ല അടിപൊളി സ്ലറിയാണ്. ഇത് ഒഴിച്ച് കൊടുത്താൽ നമ്മൾ കണ്ടുകൊണ്ടൊക്കെ ഇന്നിപ്പോൾ ഒഴിച്ച് നാളേക്ക് തന്നെ നല്ലൊരു മാറ്റം വരും. അങ്ങനെ ഒരു ഇതാണ്. ആഴ്ചക്ക് ഒഴിച്ച് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അത്രയും ഗുണമാണ്. ഇപ്പോൾ അങ്ങനെ എനിക്ക് കഴിയാതുകൊണ്ട് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കൽ കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പം ഈ വിഷമങ്ങളെല്ലാം വന്നത്. അതുകൊണ്ട് ഞാനിനിയിപ്പോൾ ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാൻ നോക്കട്ടെ. ചാണകം ഒഴിച്ച് വെച്ചത് സ്ലറി ഉണ്ടോ? ഇത് കണ്ടോ, സ്ലറിയായി ഞാൻ ഒഴിക്കട്ടെ. ഇത് തക്കാളിയാണ്. തക്കാളി ഉണ്ട്, അതിൽ ഉള്ളിയുണ്ട്, പിന്നെ ഇഞ്ചി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ ആടെ വാഴയുണ്ട്, കുറച്ച് വാഴയുണ്ട്, അതിനും കൂടി കലക്കി വെച്ചു. ഇതിൻ്റെ തുറന്ന് ഇട്ട നേന്ത്രവാഴയുണ്ട്, അതിനും കൂടി വെച്ച് കൊടുക്കണം. ഇപ്പം അതാണില്ലേ ചപ്പ് എല്ലാം എല്ലാം നല്ലപോലെ അമ്മിന് വേണ്ട. ചപ്പെല്ലാം അമ്മി ശരിക്ക് ചപ്പ് എല്ലാം നല്ല ശരിക്കും അമ്മി നല്ല ഇതായിരുന്നു വേണ്ട. ചപ്പ് ഇതെല്ലാം കൂടി ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം. ഇത് ഒഴിച്ച് കൊടുത്താൽ മാത്രമേ ഇത് നല്ലപോലെ നമ്മളിപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് അതിൻ്റേതായ ആ ഒരു രീതിക്ക് ചെയ്താൽ മാത്രമേ ഗുണം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഗുണം കിട്ടില്ല. പിന്നെ പണി എടുക്കുന്നുണ്ടെങ്കിൽ പച്ചക്കറീൻ്റെ കൃഷി എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ വയ്യന്നെ നടന്നിട്ട് വേണ്ടും പോലെ ചെയ്താൽ മാത്രമേ അതിന് ഗുണമുള്ളൂ. ഇല്ലേ നമ്മൾ നട്ടാടെ വെച്ചിട്ട് പോയാലൊന്നും നമുക്ക് ഇതിനെ കൊണ്ട് ഗുണം കിട്ടില്ല. അതുകൊണ്ട് തന്നെ വേണ്ട ചില പച്ചക്കറി നട്ടു കഴിഞ്ഞ് വയ്യന്നെ പോകാൻ പറ്റണം. അത് പറ്റാതെ ഒരവസ്ഥയായാൽ ഇങ്ങനെ തന്നെയാണ്, നന്നാവില്ല. പിന്നെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക, ആവുന്നത്തിനും ശ്രദ്ധിക്കുക എന്നല്ലാതെ ഇപ്പം ഒന്നും പറയാൻ കഴിയില്ലല്ലോ. ഇനിയിപ്പോൾ അവിടെ രണ്ടുപേരുടെ ചേമ്പുണ്ട്, അതിന് ഒഴിക്കണം. പിന്നെ അവിടെ കുറച്ച് ചീരയുണ്ട് പൊരിച്ചേട്ടത്, അതിനും ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പോൾ തൽക്കാലം ഇത് ഒഴിച്ച് ആ വാഴക്ക് ഒഴിക്കാം. എന്നിട്ട് ഇതിന് ഒഴിക്കാം. വേണ്ട വേണ്ട അവിടെ ഒരു മുളകുണ്ട്, വാഴയുണ്ട്. ഇവിടെ ആ വാഴ കൊയ്ക്കട്ടെ. ആ വാഴയും ചേമ്പും ഉണ്ട് ഇവിടെ, 2 ചേമ്പും ഉണ്ട്. വേണ്ട ആ വാഴ വേണ്ട, ആ വാഴക്കും കൂടി വയ്ക്കണം. ഒരു വാഴ ഇടിയുണ്ട്, ഒരു വാഴ അങ്ങേ തലക്കൂട്ടുണ്ട്, ആടെയുണ്ട്, അതിനും കൂടി വയ്ക്കണം. ഇത് കണ്ട ഇപ്പം ഇതിന് വാഴ കൊയ്ക്കട്ടെ. ഇതാ വാഴ പേരാണ്ട് കയ്യിലാകുന്ന വെച്ചതാ. ഉണ്ടോ ഇനിയിപ്പോൾ ആടെ ഒരു മുളകുണ്ട്, അല്ല കാന്താരി മുളകുണ്ട് ഇവിടെ, അതിനും കുറച്ച് വയ്ക്കണം. ഇവിടെ കുറച്ച് കാന്താരി മുളകുണ്ട്. കാന്താരി മുളക് പിന്നെ ഈ ചേമ്പിന് വയ്ക്കാം. കുറച്ച് ഈ ചേമ്പിന് കൂടി വയ്ക്കാം. എല്ലാം അലിഞ്ഞിട്ട് നല്ല ശരിക്കുള്ള സ്ലറി. അതിനൊന്നുമില്ല, അതിൻ്റെ ഇലകളോ ഒന്നുമില്ല, എല്ലാം അലിഞ്ഞ് നല്ല വൃത്തിയായി നല്ല ഇതുപോലെ ഉണ്ട്. നല്ല കാണുന്നില്ലേ, നല്ല കൊഴുത്ത നല്ല ഇത് കണ്ടോ. കുറച്ച് ഈ ചേമ്പിന് കൂടി വെച്ച് കൊടുക്കട്ടെ. ഇത് ഒഴിച്ച് കൊടുത്തിട്ടാകുമ്പോൾ കുറച്ച് ഈ ചേമ്പിന് കുറച്ച് തോല് വെക്കണം. ചേമ്പിന് വെച്ച് കൊടുക്കട്ടെ. നമുക്കിനിയിപ്പം മറ്റേ ആ ചീരക്ക കൊണ്ട് ഒഴിച്ച് നോക്കാം. അതിനിപ്പോൾ ആ വാഴക്ക് ഒഴിക്കട്ടെ. ഇനി വാഴ ഇടിയുണ്ട്, 2 വാഴ, ആ വാഴയുണ്ട്, 3-4 വാഴ, അതിന് ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് നീരൊക്കെ തുറന്നതാണ്, നേന്ത്രവാഴ തുറക്കാത്ത വാഴ ഉണ്ട് വേറെ, അതിപ്പം തുറന്നിട്ടില്ല. അത് തുറന്നിട്ടാൻ പോയിക്കാം. തൽക്കാലം ഇതിന് വെച്ചിട്ട്
തുറന്ന വാഴ ഇത്തിരിയായി ഇങ്ങോട്ടില്ലേ, എടുത്ത് തുറന്ന വാഴ ഇത്തിരിയായി. അതിനടുത്ത് തുറന്നതല്ലേ, കേട്ടില്ല, ചെറിയ വാഴ പൊടിച്ചതൊന്നുമല്ല. ഇപ്പം തുറക്കാത്തത് അങ്ങനെ വളർന്നിട്ടില്ല, അതങ്ങനെ ഉണ്ടത്രേ. തുറന്ന വാഴ ഇത്രയായി, മറ്റേ വാഴ അങ്ങനെ വളർന്നിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് ലേശം ഇതിന് കൂടി ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ലേശം പാവിയ ചീരയുണ്ട് ഇവിടെ, അതിനും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അവിടെ ആ വളത്തിന് അതിന് വയ്യ, നാളെ വയ്ക്കാം. ഇതിപ്പോൾ വേണ്ട, ആ ചീര വേണ്ട, ഞാൻ ഒഴിച്ച ചീര അത്, ആ പാവിയ ചീര അത് തേച്ചും ഒഴിച്ചിട്ടില്ല. ഇനിയിപ്പം പൊരിച്ചുകൊണ്ട് പറിച്ചായിട്ട് ചീരയുണ്ട് അവിടെ, അതിന് കുറച്ച് ഒഴിച്ച് കൊടുക്കാൻ. ഇതിപ്പം ലേശം ആ വള്ളിക്ക് ഒഴിച്ച് കൊടുക്കട്ടെ, നട്ട വള്ളിക്ക് ലേശം ഒഴിച്ച് കൊടുക്കട്ടെ. അത് നല്ലതാണ്, അതെന്ന് വെച്ചാൽ വേര് പൊട്ടാനെല്ലാം നല്ലതാണ്. അതുകൊണ്ട് ആ വള്ളിക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വള്ളി കണ്ടില്ലേ? ഇപ്പം ഞാൻ എടുത്തിട്ട് പോകേണ്ടതാണ്. ഇതെന്താ കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ച് വേരോടട്ടെ, ഇതിന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ കുറച്ച് വേരോടെ ഈ വെള്ളം ഒഴിച്ചിട്ട് ഈ ചാണകം കുറച്ച് വെള്ളിക്ക് വേണ്ടിയിട്ട് ഒഴിച്ച് ഇപ്പോൾ നമുക്ക് ഇതിന് ശേഷം ആ ചീര ഭാവിയന് കൊണ്ട് ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിച്ച് കൊടുക്കട്ടെ. നമ്മളൊരു ഇത് പണിയെടുക്കുന്നതായാലും നല്ല കൃഷി ചെയ്താലും നല്ല വിത്തിനങ്ങൾ വേണം. ചില സമയത്ത് വിത്തൊന്നും നന്നാകുന്നില്ല. ഇപ്പോഴത്തെ തയ്യൊന്നും നന്നാകുന്നില്ല, എല്ലാം തയ്യെല്ലാം മോശമാവി വന്ന്. നമ്മൾ ഉണ്ടാക്കുന്ന തയ്യായിരിക്കണം. ഇപ്പം ഞാൻ തൈ ഉണ്ടാക്കാറുണ്ട്, തൈക്കെല്ലാം മോശമാണെന്ന് കാണും. പിന്നെ നമ്മളെല്ലാം ചെയ്യുന്നതാണെന്നല്ലാണ്ട് മറ്റുള്ളതെല്ലാം വിഷമം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട ചീര, അതിനിടയ്ക്ക് പൊരിച്ച് കേട്ട ചീരയായത് കണ്ട, പറിച്ച് നട്ട ചീരയായത് കണ്ട, നല്ല ഉഷാറായി വരുന്നുണ്ട്. അത്രയല്ലേ ദിവസമായിട്ടുള്ളൂ, കണ്ട, നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് കുറച്ച് ചാണകം കൂടി കലക്കി വെച്ച് കൊടുത്താൽ വേഗം ആയിക്കോളും. ഇപ്പം കണ്ടില്ലേ നിങ്ങൾ ചീര, ചീര കളറ് കുറവാണ്. അത് വെയിലില്ലാത്ത സ്ഥലമായതുകൊണ്ടാണ്, നല്ല വെയിലത്തായിരിക്കണം, അതല്ല അതുകൊണ്ടാണ്. ഞാൻ ഇനി കുറച്ച് ചാണകം വെച്ച് കൊടുക്കട്ടെ, ഈ ചെറി വെച്ച് കൊടുക്കട്ടെ. വെച്ച് കൊടുക്കട്ടെ. ഇത് നടുമ്പം തന്നെ ഇനി കുറേ ചാണകം ഒഴിച്ചത് കൊണ്ട് വേഗം ഇത് എടുത്തു. അതുകൊണ്ട് അത്രയും ദിവസമായിട്ടില്ലേ, ഇതാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നട്ടു കൊടുത്തിന്. ആ സമയത്ത് തന്നെ ചാണകം ഒഴിച്ച് കൊടുത്തുകൊണ്ട് നല്ല ഉഷാറായിന്. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പോൾ ചീരയും നിങ്ങളെ കാണിച്ചു തന്നില്ലേ, ചീര കണ്ടില്ലേ, ഞാൻ ഇതിനൊക്കെ പറിച്ചേട്ട ചീര. അത് അതില്ല, കുറച്ച് ദിവസം കൂടി കഴിയണം, എന്നാൽ മാത്രമേ നല്ല ഉഷാറാവും. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നിങ്ങൾക്ക് നല്ല ഏലിന് തിരിയാൻ മാത്രം ഉണ്ടാവും. ഇനിയിപ്പോൾ എന്നാ വേണ്ടത് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ തൽക്കാലം വാഴക്കും പിന്നെ ആ തക്കാളിക്കും ആ കുരുമുളകിനും ഈ ചീരക്കും
ചാണക സ്ലറി ഒഴിച്ച് കൊടുത്തതാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവരും ഹൃദയാശംസകൾ. നമസ്കാരം. നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ നന്ദി.